കാസർഗോഡ് കുമ്പള അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ പൊട്ടിത്തെറിയുണ്ടായി. ഒരാൾ മരിച്ചു. അസം സ്വദേശിയായ നജീറുൽ അലിയാണ് മരിച്ചത്. 8 പേർ ചികിത്സയിലാണ്. പൊട്ടിത്തെറിയുടെ സമയത്ത് സമീപ പ്രദേശങ്ങളിലടക്കം വലിയ പ്രകമ്പനമാണ് ഉണ്ടായത്. ഇന്ന് വൈകിട്ട് 6:40 കൂടിയാണ് കുമ്പള അനന്തപുരത്തെ ഡെക്കോർ പ്ലൈവുഡ് കമ്പനിയുടെ ബോയിലർ തകർന്ന് വലിയ ഒരു ദുരന്തമുണ്ടായത്. ഇപ്പോൾ അസം സ്വദേശിയായ 20-കാരനായ തൊഴിലാളിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതിനാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. നിരവധി തൊഴിലാളികൾ ഇപ്പോൾ മംഗളൂരുവിലെയും കുമ്പളയിലെയും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. വൈകിട്ടത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് തൊഴിലാളികൾ മടങ്ങുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ബോയിലർ പൊട്ടിത്തെറിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഏകദേശം 13 കിലോമീറ്ററോളം ദൂരം അതിന്റെ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നതിനാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ചുറ്റുപാടും പലയിടങ്ങളിലും തീ പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായി. അതോടൊപ്പം തന്നെ വലിയ തോതിൽ ജനൽ ചില്ലുകൾക്കൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിക്കുന്ന ഒരവസ്ഥ വന്നു. ഏറ്റവും പ്രധാനമായി ഈ ബോയിലറിന്റെ ചൂട് കൂടിയതാണ് ഇത്തരത്തിൽ വലിയ ഒരു അപകടം ഉണ്ടാവാൻ കാരണമെന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഫോടനം നടക്കുന്ന സമയത്ത് ബോയിലറിന് തൊട്ടരികിലായി ഉണ്ടായിരുന്നത് 3 തൊഴിലാളികളാണ്. അതിലൊരാൾ ആണ് നജീറുൽ അലി എന്ന് പറയുന്ന 20-കാരനായ യുവാവ്. അദ്ദേഹത്തിന് തൽക്ഷണം തന്നെ മരണം സംഭവിച്ചു. മറ്റു തൊഴിലാളികൾക്കും ഇപ്പോൾ വലിയ തോതിലുള്ള പരിക്കുകളില്ല എന്നത് ആശ്വാസകരമാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി ഇനി ഒരു വ്യക്തത വരേണ്ടതായുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ അന്വേഷണ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നമ്മൾ സെർച്ച് ചെയ്ത് ലാസ്റ്റ് അവസാന ഘട്ടത്തിലേക്കായി. നിലവിൽ ആരും അതില്ല. മാത്രമല്ല നമ്മളതിന്റെ മാനേജറെ വിളിച്ച് മൊത്തം എത്ര ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടതിന് ചോദിച്ച് എണ്ണം ഉറപ്പുവരുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആൾക്കാരെ നമ്മൾ നോക്കി ബാക്കിയുള്ള ഇവിടെ എല്ലാവരെ കൺഫേം ചെയ്ത് ആരും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് നിന്നും തൃക്കരിപ്പൂരിൽ നിന്നുമുള്ള ഫയർ എഞ്ചിൻ യൂണിറ്റുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ NDRFന്റെ ഒരു ചെറു സംഘവും കുമ്പള പോലീസിന്റെ സംഘവുമാണ് ഇവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ഇടപെടലും നമ്മൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കുമ്പള അനന്തപുരത്ത് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.